റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കള്ള് ഷാപ്പുകൾക്ക് ലൈസൻസ് നൽകുന്നതിൽ വൻ ക്രമക്കേട്. മരിച്ചവരുടെ പേരിൽ വ്യാജ സമ്മതപത്രങ്ങൾ നൽകി ലൈസൻസ് സ്വന്തമാക്കി. മൂവാറ്റുപുഴയിൽ ഒരേ കൈയക്ഷരത്തിൽ 14 സമ്മതപത്രങ്ങളുണ്ടായി. ഒരു പന പോലുമില്ലാത്ത തോട്ടത്തിൽ നിന്നും കള്ള് ചെത്തുന്നതായിട്ടും രേഖകളുണ്ട്. മൂവാറ്റുപുഴ റേഞ്ചിലെ 9, 12 ഗ്രൂപ്പുകളിൽപ്പെടുന്ന കള്ള് ഷാപ്പുകളുടെ ലൈസൻസ് നേടിയെടുക്കാൻ വ്യാജരേഖകൾ ചമച്ചുവെന്നതാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. മരിച്ചയാളുകളുടെ സമ്മതപത്രം ഒപ്പിട്ടു നൽകിയും അതോടൊപ്പം തൊഴിൽ ചെയ്യാത്ത ആളുകളെ ചെത്തുതൊഴിലാളികളാക്കി കാണിച്ചും രേഖകൾ ചമച്ചാണ് ലൈസൻസ് നേടിയിരിക്കുന്നത്. ിൽ മരിച്ചയാൾ ഇക്കഴിഞ്ഞ മാർച്ച് 20 സമ്മതപത്രത്തിൽ ഒപ്പിടുന്നു. 2020 25 മരിച്ചവരും 3 മാസം മുൻപ് സ്വന്തം തോട്ടത്തിൽ നിന്ന് കള്ള് ചെത്താൻ സമ്മതം നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ച് 10 മരിച്ചയാൾ പോലും 10 ദിവസത്തിന് ശേഷം സമ്മതപത്രത്തിൽ ഒപ്പിട്ടുവെന്നാണ് രേഖകൾ. മരിച്ചവരുടെ കുടുംബങ്ങൾ പോലും ഇക്കാര്യം അറിഞ്ഞിട്ടുമില്ല. നമ്മുടെ പറമ്പിൽ ഇങ്ങനെ ഒരു ചെത്തേ കൊടുത്തിട്ടില്ല. 2020 ചേട്ടൻ മരിച്ചു. ഞാൻ 94 ഈ വീട്ടിൽ വന്ന് കയറിയതാ. ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഈ പറമ്പിൽ പന ചെത്തി. ചേട്ടി, മുറിപ്പറമ്പിൽ സ്കറിയെ അറിയോ? അറിയാമായിരുന്നു. പുള്ളി ഇപ്പോ ഇല്ലേ? മരിച്ചുപോയി. എത്ര വർഷമായി? വീട് എവിടെയായിരുന്നു? വീട് തൊട്ടപ്പുറത്ത്. മൂവാറ്റുപുഴ റേഞ്ചിൽ 9ാം ഗ്രൂപ്പിലെ ഷാപ്പുകളുടെ ലൈസൻസിനായി സമർപ്പിച്ച 14 സമ്മതപത്രങ്ങളിലെല്ലാം ഒരേ കൈയക്ഷരം. സമ്മതപത്രങ്ങൾ വ്യാജമാണെന്ന് സമ്മതിക്കുകയാണ് ഷാപ്പുടമ. ബിജു ആയാലും സ്കറി ആയാലും ഒക്കെ പേരെഴുതി എന്റെ അടിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ എഴുതി ഒപ്പിട്ടതായിരിക്കണ്ടേ? അതെ പറഞ്ഞ പഴയ ലിസ്റ്റ് തൊഴിലാളികളെ പണി ഒപ്പിക്കാൻ വേണ്ടിയേ ഇത് ഒപ്പിട്ട് പോയി കാണുമായിരിക്കും. ഒരു വർഷം പോലും ഇല്ലാത്ത തോട്ടങ്ങളിൽ പോലും വർഷമുള്ളതായി കാണിച്ചും പന ചെത്തുന്നതായി കാണിച്ചും ഒക്കെ രേഖകളുണ്ടാക്കിയാണ് നിലവിൽ ഈ ഷാപ്പുകളുടെ ലൈസൻസ് ഈ വ്യക്തി നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ തെങ്ങ് ചെത്തു തൊഴിലാളിയായി ഞാൻ പന ചെത്തുന്നു എന്ന് കാണിച്ച് വരെ വ്യാജരേഖകൾ സമർപ്പിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ വഞ്ചിച്ചിട്ടുണ്ട്. മറ്റൊരു സമ്മതപത്രത്തിൽ 10 പനകളുണ്ടെന്ന് പറഞ്ഞ തോട്ടത്തിൽ പോയാൽ ഒരു പന പോലും കാണാനാവില്ല. രേഖകളിൽ പറയുന്ന തോട്ടങ്ങളിൽ പനയുമില്ല, ചെത്തുമില്ല. അപ്പോൾ ഷാപ്പുകളിലെ കള്ള് എവിടെ നിന്ന് വരുന്നുവെന്നതും ചോദ്യമാണ്. എക്സൈസ് ഉദ്യോഗസ്ഥർ തോട്ടങ്ങളിൽ നേരിട്ടെത്തി ചെത്തുന്ന തെങ്ങിനും പനയ്ക്കും നമ്പറിട്ട് നൽകണമെന്നതാണ് ചട്ടം. ഈ നിയമലംഘനങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയില്ലാതെ നടക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് നവാസ് മണ്ണാർക്കാടിനൊപ്പം റിപ്പോർട്ടർ രാംഷാ CP ഇൻ റിപ്പോർട്ടർ, കൊച്ചി.